ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയോട്ടോപ്പി. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് പറയുന്നുണ്ട് നമുക്കൊരു ലോഗോ ആനിമേഷൻ ചെയ്യണം. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സിൽ നമ്മൾ എങ്ങനെ ലോഗോ ആനിമേഷൻ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതുപോലുള്ള നമുക്ക് സിമ്പിളായിട്ടുള്ള ലോഗോ, അതായത് ബ്രാൻഡിങ് ആനിമേഷൻസുകൾ എങ്ങനെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള നോക്കാം. പക്ഷേ നമുക്ക് അറിയാം, നമുക്ക് ഇതിനേക്കാൾ അഡ്വാൻസ് ആയിട്ട് പല രീതിയിൽ ചെയ്യാം. പക്ഷേ ഞാൻ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്താക്കാം, വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ലോഗോ ആനിമേഷൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ലോഗോ ഞാൻ കാണിക്കാം ഇവിടെ. അതായത് ഈ ഒരു ലോഗോ ആണ് നമ്മൾ ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം എനിക്ക് ഇതിനെ നമുക്ക് ലോഗോ ഇല്ലുസ്ട്രേറ്ററിലോ അല്ലെങ്കിൽ ലോഗോ എവിടെയാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അതിനെ നമുക്ക് അതിൻ്റെ പാർട്സായിട്ട് നമുക്ക് എന്താക്കണം, എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനെ ഞാൻ ഇല്ലുസ്ട്രേറ്ററിൽ പോയിട്ട് വെക്ടർ ആക്കിയിട്ട് ഇതിനെ പോർഷൻസ് ആക്കിയിട്ട് ആദ്യം കൺവേർട്ട് ചെയ്യണം. അതായത് അഡോബി ഇല്ലുസ്ട്രേഷൻ ഓപ്പൺ ആക്കുക. അപ്പം ഇല്ലുസ്ട്രേറ്ററിൽ പോവാം. ഇല്ലുസ്ട്രേറ്ററിൽ നമ്മൾ ഒരു നോർമൽ ഒരു ഒരു സ്ക്രീൻ എടുക്കുക. അതായത് നമുക്കൊരു HD സ്ക്രീൻ എടുക്കാം. അതായത് 1920 വിഡ്ത്തും 1080 ഹൈറ്റും വെച്ചിട്ട് ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മളെ ഇമേജ്, അതായത് എനിക്ക് സ്ക്രീൻഷോട്ടാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ലോഗോ ചെയ്യുന്നത് ആ ലോഗോ ഫയലിനെ നമുക്ക് പോർഷൻസ് ആയിട്ട്, അതായത് എങ്ങനെയാണോ നിങ്ങൾ അനിമേറ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ നമുക്കതിനെ പോർഷൻസ് ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇല്ലുസ്ട്രേറ്ററിൽ വരിക. ഇതിപ്പം കാണാൻ നിങ്ങൾക്ക് ഒരു സിംഗിൾ ഇമേജാണ്. അപ്പോൾ ഇതിനെ ഞാൻ ട്രേസ് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഇമേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സൈഡിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ഇമേജ് ട്രേസ്. അപ്പം ഇമേജ് ട്രേസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ 16 കളേഴ്സ് യൂസ് ചെയ്യാണ്. 16 കളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തു. എന്നിട്ട് വെയിറ്റ് ചെയ്യും. അപ്പം ഇപ്പോൾ അത് ശരിക്കും ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ക്വിക്ക് ആക്ഷനിൽ എക്സ്പാൻഡ്. അപ്പോൾ എക്സ്പാൻഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് പോർഷൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാം. അൺഗ്രൂപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ വേണ്ടാത്ത പോർഷൻസ്, അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണ്ട, അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുക സെലക്ട് ചെയ്തിട്ട്. അതുപോലെ ഇത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് വെക്കുക. കണ്ടോ, ലൈൻസൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേണ്ടാത്ത പോർഷൻസ് നമുക്ക് ആദ്യം ഡിലീറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു പോർഷൻ വേണ്ട. അപ്പം അവിടെ നമുക്ക് കാണാം വൈറ്റ് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇവിടുന്ന് ഒരു ലൈൻ വരച്ചു കൊടുത്താൽ അപ്പോൾ അത് ഫില്ലാവും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ ലോഗോ ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ പോർഷൻസ് ആയിട്ട് ഇതൊരു പോർഷൻ അങ്ങനെ പോർഷൻസ് ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് PNG ആയിട്ട് ഓരോ പോർഷൻസും നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഞാനിത് ഗ്രൂപ്പ് ചെയ്തൊന്ന് സെൻറ്റർ അലൈൻ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇനി ഇതിനെ ഞാൻ അൺഗ്രൂപ്പ് ചെയ്തു. റൈറ്റ് ബട്ടൺ അൺഗ്രൂപ്പ്. ഓക്കെ, ഇതിന് ഓരോ പോർഷൻസും ഞാൻ PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പോകും. കമാൻഡ് C യൂസ് ചെയ്താൽ മതി. വിൻഡോസ് ആണ്, Ctrl+C യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ പുതിയൊരു വിൻഡോ എടുത്തു. ഇല്ലുസ്ട്രേറ്ററിൽ പുതിയൊരു വിൻഡോ എടുത്തു. ഏതെങ്കിലും ഒരു സ്ക്രീൻ സൈസ് എടുത്താൽ മതി. അപ്പോൾ അതിൽ പേസ്റ്റ് ചെയ്യാം. അതായത് കമാൻഡ് V അടിക്കുക അല്ലെങ്കിൽ Ctrl+V അടിക്കുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം ടൂൾസിൽ ക്രോപ്പ് ഓപ്ഷൻ കാണാം. ഈ ക്രോപ്പിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ പ്രോപ്പർട്ടീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പ്രീസെറ്റ് കണ്ടോ, പ്രീസെറ്റ് ഗൂഗിൾ പിക്സലിൽ കാണാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഫിറ്റ് ടു സെലക്ട് ആർട്ട്, അതായത് ഫിറ്റ് ടു സെലക്റ്റഡ് ആർട്ട് കൊടുക്കുക. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ആർട്ടിനനുസരിച്ചിട്ട് നമ്മളെ ക്യാൻവാസ് ക്രോപ്പ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചൂസ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന് കറക്റ്റായിട്ട് നമുക്ക് ക്രോപ്പ് ആയിട്ടുണ്ട്. ഇനി ഫയലിൽ എക്സ്പോർട്ട് കൊടുക്കുക, എക്സ്പോർട്ട് ആസ് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ഒരു ഫോൾഡർ ഉണ്ടാക്കാം ഡെസ്ക്ടോപ്പിൽ. ലോഗോ ആനിമേഷൻ. ഓക്കെ,
ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇത് ഒന്നാമത്തെ പോർഷനാണ്, അതുകൊണ്ട് ഞാൻ 1 എന്ന് പറഞ്ഞിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്തു. PNG, അതായത് 300 ppi. അത് നല്ല ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയാണ് 300 ഇട്ടത്. ട്രാൻസ്പെറൻ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ പോർഷന് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 പോർഷൻ കൂടെ ഉണ്ട്. അപ്പം നെക്സ്റ്റ് പോർഷൻ ഇതേപോലെ സെലക്ട് ചെയ്യാം, അതിനുശേഷം എക്സ്പോർട്ട് ചെയ്യാം. ഇതിന് നമ്മൾ 2 എന്ന് പറഞ്ഞു കൊടുത്തു. സെക്കൻഡ് പോർഷൻ ആയതുകൊണ്ട് 2 പറഞ്ഞു കൊടുത്തു. അതുപോലെ നമുക്ക് മൂന്നാമത്തെ പോർഷനും ഇതേപോലെ എക്സ്പോർട്ട് ചെയ്യാം. ഇതിന് 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പം നമ്മളെ 3 പോർഷൻസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ ഈ ഒരു ഓൾ ലോഗോസിനെ നമ്മൾ, അതായത് എക്സാക്റ്റ് എങ്ങനെയാണോ ഫൈനൽ ലോഗോ അതിനെയും കൂടി ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ്. അതായത് മെയിൻ ലോഗോ അതിനെ നമ്മൾ PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്തു. അപ്പം നമ്മൾ എക്സ്പോർട്ട്, അതായത് അസറ്റ്സിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ലോഗോ ആനിമേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം മെയിൻ ലോഗോ ഉണ്ട്, പിന്നെ 1, 2 അതുപോലെ 3 പോർഷൻസ് കിടപ്പുണ്ട്. അപ്പം ഇത്രയും പോർഷൻസ് നമ്മൾ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഫ്റ്റർ എഫക്ട്സിൽ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഈ ആനിമേഷൻ ചെയ്യുന്നത്. അപ്പം നമുക്കിതിനും ബെറ്ററായിട്ട് പല മെത്തേഡിലും പല ട്രാൻസിഷൻസും പല വേ ഓഫ് ആനിമേഷൻസും നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ആനിമേഷൻസാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകണ്ട. നമ്മൾ ഓപ്പൺ ചെയ്ത ഉടനെ നമുക്ക് കാണാം 2 ഓപ്ഷൻസ് ഇവിടെ കാണാം. ന്യൂ കോമ്പോസിഷൻ അല്ലെങ്കിൽ ന്യൂ കോമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ് കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ ഈ ഒരു ബ്ലാങ്ക് ഏരിയയിൽ റൈറ്റ് ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ കോമ്പോസിഷൻ കാണാം. അപ്പോൾ നമുക്ക് ന്യൂ കോമ്പോസിഷൻ എടുക്കാം. ന്യൂ കോമ്പോസിഷൻ എടുത്തിട്ട് നമുക്ക് വേണ്ട, അതായത് ആനിമേഷൻ്റെ സ്ക്രീൻ സൈസാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം 1366 and 768 ആണ് ഇവിടെ ഉള്ളത്. അത് മാറ്റിയിട്ട് നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൽ കൊടുത്ത സെയിം സൈസ് തന്നെ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അതായത് 1920 and 1080 ഈ ഒരു റെസൊല്യൂഷനിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് തന്നെ കൊടുത്തു. ഞാൻ ഓക്കെ കൊടുത്തു. അപ്പം നമുക്കൊരു സ്ക്രീൻ വന്നിട്ടുണ്ട്, അതായത് വൈറ്റ് സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അസറ്റ്സ് നമുക്കിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെന്താക്കാം, നമ്മളെ ഫൈൻഡറിൽ പോയിട്ട് നമുക്ക് വേണ്ട, അതായത് എക്സ്പോർട്ട് ചെയ്ത ഓൾ അസറ്റ്സ് നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പ്രൊജക്റ്റ് സെക്ഷനിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ മെയിൻ ലോഗോ 1, 2, 3 അങ്ങനെ ഓൾ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മെയിൻ ലോഗോ, അതായത് നമ്മളെ എക്സാക്റ്റ് ലോഗോ നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ടൈം ലൈൻ ഏരിയയിലേക്ക് ഇവിടെ കൊണ്ടുപോയിടാം. ഇതാണ് നമ്മൾ ടൈം ലൈൻ ഏരിയ. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിൽ നമ്മൾ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ 300 ppi ചെയ്തുകൊണ്ട് വളരെ എന്താ പറയുക, ലാർജ് അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷനിലുള്ള സാധനമായിരിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് സൂമായിട്ടാണ് കിടക്കുക നമ്മൾ നോർമലി കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ. അപ്പം അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഇതിൽ വരിക, ഇതിൻ്റെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ട്രാൻസ്ഫോം കാണാം, അതിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്കെയിൽ കാണാം. അപ്പോൾ സ്കെയിൽ ഇപ്പോൾ 100% ആണ് ഉള്ളത്. അത് ജസ്റ്റ് എന്താക്കുക, 25 ആക്കുക. അപ്പം 25 ആക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്കൊരു ലിങ്ക് കാണാം, അത് ക്ലിക്കാണോ എന്ന് നോക്കണം. കാരണം ലിങ്ക് ക്ലിക്ക് ചെയ്യണം. എങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊപ്പോർഷനലി ഹൈറ്റും അതുപോലെ വിഡ്ത്തും ഒരേ ഈക്വലായിട്ട് നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പം ഇത് ലിങ്ക് ആണോ കണക്റ്റഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ആണോ ലിങ്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ലിങ്ക് ചെയ്യുക. അതിനുശേഷം 100% എന്നുള്ള ഇടത്തിൽ 25 കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൽ ചെയ്ത ആക്യുറേറ്റ് പ്രിവ്യൂ പോലെ നമുക്ക് കാണാൻ പറ്റും.
ഓക്കെ. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ അൺകൊളാപ്സ്, അതായത് കൊളാപ്സ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു, ഈ ലെയർ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലൈൻമെൻറ്റിൻ്റെ ടൂൾ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് പാരഗ്രാഫേ കാണുന്നുള്ളൂ. അപ്പം അലൈൻമെൻറ്റ് ടൂൾ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിൻഡോ മെനുവിൽ പോവാം. വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലൈൻമെൻറ്റ് കാണാം, അലൈൻ കണ്ടാം, അലൈൻ എന്ന് കാണാം. അപ്പോൾ അലൈനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതിൽ നമ്മൾ സെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓപ്ഷൻ വെച്ചിട്ട് സെൻറ്റർ ചെയ്തു. ഓൾറെഡി സെൻറ്ററാണ്, അപ്പോൾ നമ്മൾ സെൻറ്റർ ചെയ്യാം. ഓക്കെ. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ ലോഗോ ഞാൻ ഓപ്പാസിറ്റി ഒരു 20% ആക്കിയിട്ട് കുറക്കാണ്. ശരിക്കും ഈ ഒരു ലോഗോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ ഓരോ പോർഷൻസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻസ് കറക്റ്റ് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഫറൻസിന് വേണ്ടി മാത്രമാണ് ഈ മെയിൻ ലോഗോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് പോർഷനിൽ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെയിൻ ലോഗോൻ്റെ ആവശ്യമില്ല, യൂസില്ല. അപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ക്ലിയറായി കാണാൻ വേണ്ടിയിട്ട് ഇതിനെ ഞാൻ ഓപ്പോസിറ്റ് കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 3 പോർഷൻസ് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇടാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മെയിൻ ലോഗോ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കണം. അതിനിപ്പോൾ മുകളിലാണുള്ളതെങ്കിൽ നിങ്ങൾക്കിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് താഴെ കൊണ്ടുപോയി വെക്കാം. ഓക്കെ. ഇനി നമുക്ക് ഒരു 3, അതായത് 1 ഉണ്ട്, അതുപോലെ 2 ഉണ്ട്, പിന്നെ 3, ആ ഒരു ഓർഡറിൽ തന്നെ വെക്കാം. ഓക്കെ. അതിനുശേഷം ഈ ഒരു 3 ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യാം. 3 സെലക്ട് ചെയ്തതിന് ശേഷം, അതായത് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് 3 സെലക്ട് ചെയ്യാം. ഓക്കെ. ഇനി 1ൻ്റെ ആരോ ഓപ്പൺ ചെയ്യാം. ഓക്കെ. ഇതിൽ ട്രാൻസ്ഫോം ഓപ്പൺ ചെയ്യാം. അതിനുശേഷം സ്കെയിൽ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ 25 കൊടുക്കും. ഓക്കെ. അപ്പം 3 ഈക്വൽ സൈസിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താക്കി റീസൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഓരോ പോർഷൻസും കറക്റ്റ് പ്ലേസിൽ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് സെലക്ട് ചെയ്തു, ഇതിങ്ങോട്ട് മാറ്റി വെക്കാണ്. ഓക്കെ. ഈ ഒരു പോർഷന് നമുക്ക് ഇവിടെയാണ് വേണ്ടത്. അതുപോലെ ഈ ഒരു പോർഷന് കറക്റ്റ് ഇവിടെ വേണം. ഓക്കെ. അതുപോലെ ഈ ഒരു പോർഷൻ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, പെർഫെക്റ്റ്. ഇനി നമുക്ക് ശരിക്ക് ഈ മെയിൻ ലോഗോൻ്റെ ആവശ്യമില്ല, അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഡിലീറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ ഒരു 3 പോർഷൻസ് നമുക്ക് വേണ്ടു. ഇനിയാണ് നമ്മൾ ആനിമേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആനിമേഷൻ നമ്മൾ നേരത്തെ വീഡിയോൻ്റെ പ്രിവ്യൂവിൽ കണ്ടതുപോലെ ആ ഒരു എന്താ പറയുക, ഒരു സ്മൂത്തായിട്ടുള്ള സിമ്പിൾ ആനിമേഷൻസ് ആണ്. അപ്പം അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 1 അറിയുന്നത്, അതായത് ഇതാണ് 1. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സൂം ചെയ്തിട്ട്, അതായത് സൂമിൽ നിന്ന് സൂം ഔട്ട് ആകാവുന്ന ഓപ്ഷൻസാണ് നമ്മളതിൽ കണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഓപ്പൺ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് സ്കെയിലിന് കാണാം. ഓക്കെ. സ്കെയിലിൻ്റെ അടുത്തൊരു ടൈമർ കാണാം. ആ ടൈമറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോഡ് ആഡ് ചെയ്യും. അതായത് ആനിമേഷൻ എവിടെയാണോ സ്റ്റാർട്ടിങ് പോയിൻ്റ് വേണ്ടത് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ സ്കെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയാണോ എൻഡിങ് പോയിൻ്റ് വേണ്ടത് അവിടെ നമ്മൾ ഈ കെറോസൽ അല്ലെങ്കിൽ ഈ കേസർ എല്ലാം നീക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒരു ഐക്കൺ, അതായത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നോഡ് ആഡ് ആവും. അപ്പം ഇതിൽ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇതാണ് എൻഡിങ് പോയിൻ്റ്. ഓക്കെ. ഇനി നമുക്ക് 2 പോയിൻറ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആരോസ് യൂസ് ചെയ്യാം. കണ്ടോ, ഈ ആരോസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മളെ സ്റ്റാർട്ടിങ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റിലേക്കും പോവാം. അപ്പം നമുക്ക് എൻഡിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ, അതായത് എക്സാക്റ്റ് പ്രോപ്പറായിട്ടുള്ള ആ ഒരു സൈസിലായിരിക്കും. പക്ഷേ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വലുതാക്കാം. അപ്പം സ്റ്റാർട്ടിങ് പോയിൻ്റ് നമുക്കൊരു 70% കൊടുക്കാം. 70% എന്ന് പറയുമ്പോൾ ഇത്ര. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് 70%ഉം എൻഡിങ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ 25 അപ്പോൾ ആ ഒരു ബിറ്റ്വീൻ ആ ഒരു സെക്ഷനിൽ ആനിമേഷൻ ഹാപ്പൻ ആവും. കണ്ടോ, അത് സൂം ഔട്ട് ആവും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ആനിമേഷൻസ്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഒരു ഓപ്ഷൻസും കൂടി ആഡ് ചെയ്യാം, ഓപ്പാസിറ്റി. അപ്പോൾ ഓപ്പാസിറ്റീൻ്റെ ടൈമറിൽ ക്ലിക്ക് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ. അതിനുശേഷം ഈ ഒരു, അതായത് സെക്കൻഡ് എൻഡിങ് പോയിൻ്റ് ഉണ്ടല്ലോ നമ്മൾ സ്കെയിലിൽ ആഡ് ചെയ്ത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഓപ്പാസിറ്റിയിൽ ഒരു നോഡും കൂടി ആഡ് ചെയ്യാം. ഓക്കെ. ഇനി ഈ ഒരു പോർഷൻസിൽ എന്താക്കുക, നമുക്ക് ഓപ്പാസിറ്റി 100% ആണ്. ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് ഓപ്പാസിറ്റി ഒരു 100 അല്ലെങ്കിൽ 10% കൊടുക്കാം ഈ ഒരു പോർഷനിൽ. അപ്പോൾ നമ്മളെ എൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഓപ്പാസിറ്റി കിട്ടും. അപ്പോൾ ആ ഒരു ലെവലിൽ കൊടുക്കാം. ഓക്കെ.
ഇനി നമുക്ക് ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 നോഡ്സും ഷിഫ്റ്റ് വെച്ചിട്ട് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ യൂസ് ചെയ്യുക, കീ ഫ്രെയിം അസിസ്റ്റൻ്റ് കാണാം, അതിൽ ഈസീസ് അതായത് സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈസീസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ആനിമേഷൻ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻസും സെയിം ഇത് ചെയ്യാം. അപ്പം അത് ഓരോന്നായിട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഒരു സെയിം എഫക്ട്സ് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഇതിവിടെ സെലക്ട് ചെയ്യുക, അതായത് ഈ സ്കെയിലും അതുപോലെ ഓപ്പാസിറ്റിയും സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ യൂസ് ചെയ്യുക. കൺട്രോൾ അല്ലെങ്കിൽ വിൻഡോസ് ആണെങ്കിൽ കൺട്രോൾ, മാക് ആണെങ്കിൽ കമാൻഡ് യൂസ് ചെയ്തിട്ട് കോപ്പി ചെയ്യുക, അതായത് കമാൻഡ് C യൂസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ട 2 അതർ പാർട്സുകൾ, അതായത് 2 and 3 സെലക്ട് ചെയ്യുക, കമാൻഡ് V അടിക്കുക, അതായത് വിൻഡോസ് ആണെങ്കിൽ കൺട്രോൾ V, മാക് ആണെങ്കിൽ കമാൻഡ് V അടിക്കുക. അപ്പം ആ ഒരു പോർഷൻസിലും കൂടി എന്തായി നമ്മളെ സെയിം ആനിമേഷൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റത്തതാണ് ആദ്യം വരുന്നത്. അപ്പം രണ്ടാമത്തത് കുറച്ച് നമുക്ക് നീക്കി വെക്കാം, അതുപോലെ മൂന്നാമത്തത് കുറച്ച് നീക്കി വെക്കാം. അപ്പം ആദ്യത്തെ ഫസ്റ്റ് വരും, പിന്നെ രണ്ടാമത്തെ വരും, പിന്നെ മൂന്നാമത്തെ വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആനിമേഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ആനിമേഷൻ ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് എത്രയാണോ നമുക്ക് വേണ്ട ഡ്യൂറേഷൻ, ഇപ്പം 0.2 സെക്കൻഡ് മതിയെങ്കിൽ ഇവിടെ വെക്കുക, റൈറ്റ് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക, കോമ്പോസിഷൻ സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് ടൈമർ കാണാം, ഇവിടെ കാണാം 002.0 കാണാം. അപ്പം അതേപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാം നമുക്ക് എത്രയാണോ വേണ്ടതെന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബാലൻസ് പോർഷനും കൂടി റെൻഡർ ആവാനുള്ള സമയവും പിന്നെ ഫയൽ സൈസും ഹെവി ആവും. അപ്പോൾ അത്രയും വേണ്ടാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ 0.2 കൊടുക്കുക, ലാസ്റ്റ് 20 എന്നുള്ള ഇടത്തിൽ 0.0 കൊടുക്കാം, 0.0. ഓക്കെ അടിക്കുക. അപ്പോൾ നമ്മളെ ആനിമേഷൻസിൻ്റെ ഫ്രെയിം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ആനിമേഷൻ ചെയ്തു. ഇനി ഇതെങ്ങനെ റെൻഡർ ചെയ്യാം എന്നുള്ളത് നോക്കാം. റെൻഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആദ്യം നമുക്ക് എന്താക്കാം, ഫയലിൽ പോവാം, എക്സ്പോർട്ട് കൊടുക്കുക, മീഡിയ എൻകോഡർ വഴി റെൻഡർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നോർമൽ റെൻഡർ ക്യൂ വെച്ച് റെൻഡർ ചെയ്യാം. ഇപ്പം ഞാൻ റെൻഡർ ക്യൂ വെച്ചിട്ടാണ് റെൻഡർ ചെയ്യുന്നത്, ചെറിയ ആനിമേഷൻസ് ആയതുകൊണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ കാണാം കോംബോ 1 കാണാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ വരിക, നമ്മൾ ലോഗോ ആനിമേഷനിൽ പോകുന്നുണ്ട്. ഇതിൻ്റെ ലോഗോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുക്കാം, MOV ആണ്. ഓക്കെ, സെലക്ട് ചെയ്തു, അങ്ങനെ കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് ഇതിന് ബാക്ക്ഗ്രൗണ്ട് വേണ്ടാണ്ട് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ റെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് ലോഗോ ആണ് വരിക. ഇനി ബാക്ക്ഗ്രൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്, അതായത് ഈ ലോസ്ലെസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽ കാണാം RGBA, അത് RGBA പ്ലസ് ആൽഫ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. പക്ഷെ നാം ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ റെൻഡർ ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ബ്ലൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ റെൻഡർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം, വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ ആനിമേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള ലോഗോ ആനിമേഷൻസ് ചെയ്യുന്നത്. അപ്പം മാക്സിമം എന്താക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. സീ യു ബൈ ഗൈസ്.